ജീവൻ രേഖയിലേക്ക് സ്വാഗതം. ചെവിവേദന എന്ന് പറയുന്നത് സർവ്വസാധാരണമായിട്ടുള്ള ഒരു പ്രശ്നമാണ്, പ്രത്യേകിച്ചും കുട്ടികളിൽ. ചെവിവേദന വരുമ്പം എന്തൊക്കെ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ എന്തൊക്കെ കാരണം കൊണ്ടാണ് ചെവിവേദന ഉണ്ടാകുന്നതെന്ന് നമുക്ക് ഡോക്ടർ ഹാരിഷിനോട് ചോദിക്കാം. ഡോക്ടർ ലക്ഷ്മി ഹോസ്പിറ്റലിലെ ചീഫ് ENT സർജനാണ്. ഡോക്ടർ, വെൽക്കം ടു ദിസ് പ്രോഗ്രാം. അപ്പം ചെവിവേദന വരാത്തവരായിട്ട് എനിക്കൊന്നും ആരും തന്നെ ഉണ്ടാവത്തില്ല. അപ്പം സാധാരണ ഇപ്പം കുട്ടികളിൽ എനിക്കൊന്നും ആദ്യമായിട്ട് കുട്ടികളുടെ കാര്യങ്ങൾ എടുക്കാം. അപ്പൊ കുട്ടികളിൽ ഈ ചെവിവേദന വരാനുള്ള സർവ്വസാധാരണമായിട്ടുള്ള കാര്യം എന്താണ്? ഒന്നാമത്, ഏത് കുട്ടി കരയുമ്പോഴും വേറെ കാരണങ്ങളൊന്നും കണ്ടില്ലെങ്കിൽ ചെവിവേദന എന്ന് പറഞ്ഞാണ് മിക്കവരും വരാറ്. ഈവൻ ഡോക്ടർമാർ വരെയും കരയുന്നൊരു കുട്ടിക്ക് ചെവിവേദന ഒഴിവാക്കിയ ശേഷമേ ബാക്കി ചികിത്സിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കുട്ടി മിക്കവാറും കരയുമ്പോൾ കൈ ചെവിയിലോട്ട് കൊണ്ടുപോയി റബ്ബ് ചെയ്യും, സാധാരണ ഗതിയിൽ കാണുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചെവിവേദന എന്ന് നമ്മൾ ചെവി കാരണമുള്ള പ്രശ്നം അല്ലെങ്കിൽ തന്നെയും അമ്മമാർ വന്ന് ചെവിവേദന ആയിരിക്കാൻ ഡോക്ടറെ, എന്തോ പ്രശ്നം ഉണ്ടാകത്ത എന്ന് പറഞ്ഞ് കാണിക്കാറാ പതിവ്. പക്ഷേ ചെവിവേദന കുട്ടികളിൽ വളരെ സാധാരണമായിട്ട് കാണുന്നൊരു സംഗതിയാണ്. തുടങ്ങിയാൽ പിന്നെ നിർത്താത്ത കരച്ചിലും ചെവി പിടിച്ച് വലിച്ചുള്ള പ്രശ്നങ്ങളും മറ്റും അമ്മമാരും കൂടെ കരഞ്ഞു കൊണ്ടുവരുന്നത് കാണാറ്. ചെവിവേദന സാധാരണ നമ്മൾ നോക്കുമ്പോൾ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ കാരണം എന്ന് വെച്ചാൽ അണുബാധ മൂലം വരുന്ന പ്രശ്നമാണ്. കൂടുതലും കുട്ടികൾക്ക് മൂക്കിൽ നിന്നും ചെവിയിലേക്കുള്ള അകലം വളരെ ചെറുതാണ്. എന്ന് വെച്ചാൽ ഏകദേശം ഒരു സെന്റിമീറ്ററോളം മാത്രമേ കാണുള്ളൂ. അതിനിടയ്ക്ക് ഒരു കണക്റ്റിംഗ് ട്യൂബ് ഉണ്ട്, ഒരു കുഴലുണ്ട്. അപ്പോൾ കോൾഡ് ഉള്ള കുട്ടികൾക്ക്, സാധാരണയായി വരുന്ന ജലദോഷമുള്ള കുട്ടികൾക്ക്, ജലദോഷത്തിൽ നിന്നും അണുക്കൾ ചെവിയിലോട്ട് കയറാൻ എളുപ്പമുണ്ട്. പെട്ടെന്ന് അത് കയറി ഒരു 2 മണിക്കൂർ 3 മണിക്കൂറിലൊക്കെ അണുബാധ ഉണ്ടാകുന്ന സ്ഥിതിയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് തുടങ്ങുന്നത് തന്നെ ചെവിവേദനയായിട്ടായിരിക്കും. കുട്ടികൾക്കാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു വേദനയും ബുദ്ധിമുട്ടും കാണും, അങ്ങനെ കരച്ചിലും തുടങ്ങും. പിന്നൊന്ന്, ഈ വളരെ ചെറിയ കുട്ടികളിൽ അമ്മമാര് കിടത്തി പാല് കൊടുക്കും കുട്ടികൾക്ക്. സൗകര്യത്തിന് വേണ്ടി കൂടെ കിടന്ന് പാല് കൊടുക്കുന്ന അമ്മമാരുണ്ട്. മിക്കവർക്കും അറിയുകയും ചെയ്യില്ല. സാധാരണഗതിയിൽ ആശുപത്രികളിൽ പറഞ്ഞു കൊടുക്കുമെങ്കിലും സൗകര്യത്തിന് രാത്രി ഉറങ്ങുമ്പോഴും മറ്റുമൊക്കെ കൊച്ചിന്റെ വിശപ്പറിഞ്ഞ് ഉടനെ കൊടുക്കുന്ന അമ്മമാരുണ്ട്. അപ്പോൾ പാല് പോലും വായുവിന്റെ കൂടെ കലർന്ന് വയറ്റിലെത്തി കൊച്ചിന്റെ ഗ്യാസ് മുകളിലോട്ട് വരുമ്പോഴേക്കും പാല് തികട്ടി വന്ന് മൂക്കിന് പിന്നിൽ വരെ വരും, മുകളിലോട്ട് വന്ന് കുഴലിൽ കൂടെ കയറി ചെവിയിലെത്തും. അങ്ങനെ കിടന്ന് പെട്ടെന്ന് പഴുത്തിട്ട് വേദനയും തുടങ്ങും. ഇത് വളരെ കോമൺ ആയിട്ട്, വളരെ സാധാരണമായിട്ട് കാണുന്നൊരു പ്രശ്നമാണ്. പിന്നെ ജലദോഷം മൂലം വന്ന അണുബാധ, ഇത് പിന്നെ കൂടുതലും ഈ ചെറു പ്രാണികളൊക്കെ അകത്ത് കിടന്നാൽ വരുന്ന വേദന, ഇതൊക്കെയാണ് പെട്ടെന്ന് കുട്ടികൾ കരയാനുള്ള കാരണം. അപ്പൊ ഈ ഡോക്ടർ ഇൻഫെക്ഷന്റെ കാര്യം പറയുണ്ടായി. മിക്ക ചെവിവേദനയുടെയും ഒരു കാരണം ഇൻഫെക്ഷനാണ്. അപ്പം ജലദോഷം അല്ലെങ്കിൽ കോൾഡ് എന്ന് പറയുന്നത് സർവ്വസാധാരണമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് എന്ത് ചികിത്സയായിരിക്കും, ഇപ്പൊ ചെവിവേദന ഉണ്ടെങ്കിൽ എന്ത് ചികിത്സയായിരിക്കും കൊടുക്കുന്നത്? ചെവിവേദനയ്ക്ക് ഒന്നാമത് നമ്മൾ പ്രിവെൻഷൻ ആണ് കൂടുതലും. അത് വരാതിരിക്കാനുള്ള അഡ്വൈസാണ് സാധാരണ കൊടുക്കല്. അമ്മമാരുടെ അടുത്തും ഇനി മുതിർന്നവരാണെങ്കിൽ അവരുടെ അടുത്തും. വളരെ ചെറിയ കുട്ടികളുടെ അടുത്താണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവർക്ക് വരുന്നത് അപ്പം ചികിത്സിക്കുക എന്നല്ലാതെ. കൂടുതലും മൂക്ക് ചീറ്റരുതെന്ന് പറയും എപ്പോഴും. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. മിക്കവർക്കും ഇത്രയൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടും പത്രങ്ങളിലും മാസികകളിലും വന്ന് വായിച്ചറിവുണ്ടായിട്ടും മിക്കവരും ജലദോഷം വരുമ്പോൾ ആദ്യം ചെയ്യുന്നത് ചീറ്റി മൂക്ക് തുറപ്പിക്കുക, മൂക്കിന്റെ അകത്ത് കിടക്കുന്ന മ്യൂക്കസ് അല്ലെങ്കിൽ വഴുവഴുപ്പുള്ള മ്യൂക്കസ് തള്ളിക്കളയാൻ വേണ്ടി ചീറ്റി കളയുക എന്നുള്ളതാണ്. ചീറ്റി കളഞ്ഞാൽ തീർച്ചയായിട്ടും അത് പുറകോട്ട് ഓടി യൂസ്റ്റേഷ്യൻ നാളിയിൽ കൂടെ, ഒരു നാളിയുണ്ട് പുറകിൽ, ആ നാളിയാണ് കണക്ട് ചെയ്യുന്നത്. അതിന്റെ അകത്തൂടെ മധ്യകർണത്തിൽ കയറി അവിടെ നിന്ന് പഴുത്ത് പാടെ പൊട്ടി പഴുപ്പ് പുറത്തേക്ക് വരുന്ന സ്ഥിതിയുണ്ട്. അപ്പൊ കഴിയുന്നതും ജലദോഷത്തിന്റെ സമയത്ത് മൂക്ക് ചീറ്റാതെ നോക്കുക എന്ന് അമ്മമാർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, മുതിർന്നവരടുത്തും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഡോക്ടർ പറഞ്ഞ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് എത്ര അറിവുള്ളവരാണെങ്കിലും ചെയ്യുന്ന ഒരു കാര്യമാണ് മൂക്കടഞ്ഞു കഴിഞ്ഞാൽ മൂക്ക് ചീറ്റുക എന്നുള്ളത്. അതൊരു ഏകദേശം ഒരു സിനിമ സ്റ്റൈൽ മാതിരിയാണ്. യൂഷ്വലി ഇത് വന്നു കഴിഞ്ഞാൽ ഉടനെ ചീറ്റി തുറപ്പിക്കുക എന്നുള്ളൊരു അത് ഹാബിറ്റ് ആയിട്ട് ഉള്ള ആളുകളും ഉണ്ട്. അപ്പൊ ഇത് കഴിയുന്നത് നമ്മൾ ഒഴിവാക്കാൻ പറയും. പിന്നെ ഇതിൽ 1% ആളുകൾക്ക് വേദന വരുമ്പോൾ തന്നെ അവർ ഡോക്ടറിന്റെ അടുത്ത് വരും. ആന്റിബയോട്ടിക്കുകളും ബാക്കി വേദന സംഹാരികളും ഇൻഫ്ലമേഷൻ എന്ന് വെച്ചാൽ അണുബാധ മൂലമുള്ള ബാക്കിയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനുള്ള മരുന്നുകളും കൊടുത്ത് ഒരു പരിധി വരെയുള്ള ആളുകളിൽ ഇത് ഒഴിവാക്കിയെടുക്കുമെങ്കിലും ചില ഒരു പ്രത്യേക ശതമാനം ആളുകളിൽ ഇത് അഡ്വാൻസ് ചെയ്ത് കൂടി പോയിട്ട് മധ്യകർണത്തിലെ പഴുപ്പിന്റെ അളവ് കൂടി
ബലൂൺ മാതിരി പാട ഇയർ ഡ്രം വീർത്ത് പുറത്തോട്ട് തള്ളി ഒരു സ്ഥലത്ത് പൊട്ടി പഴുപ്പ് പുറത്തേക്ക് വരാറുണ്ട്. അങ്ങനെ വരുന്നവരും കൂടുതലുണ്ട്. ഇതിൽ തന്നെ ഒരു പ്രശ്നമുള്ളത് എന്താ വെച്ചാൽ, വേദന ഉള്ളത് ഇയർ ഡ്രം പൊട്ടുന്നവരെ കാത് വേദനിക്കൂ. അപ്പൊ പെട്ടെന്ന് പൊട്ടി പഴുപ്പ് പുറത്തേക്ക് വന്നാൽ പിന്നെ വേദനയില്ല. അതുകൊണ്ട് നാട്ടുകാരെ ചുമ്മാ വിടുകയാ സാധാരണ ചെയ്യുക, ഒന്നും ചെയ്യാറില്ല. പിന്നെ ഇതുകൊണ്ട് നടക്കും, കുറച്ച് ക്ലീൻ ചെയ്യും. ഇതിൽ തന്നെ 1% ആളുകൾക്ക് തനിയെ ഉണങ്ങിപ്പോവും. ഇയർ ഡ്രം പൊട്ടിയത് തനിയെ ബാക്കി ശരീരത്തിലെ ഏത് മുറിവ് മാതിരിയും ഇയർ ഡ്രമ്മും ഉണങ്ങും, കംപ്ലീറ്റ് നോർമലാവും, പഴയ രീതിയിലൊക്കെ തിരിച്ചു വരും. പിന്നെയും ഇവർ ചീറ്റാൻ തുടങ്ങും, പിന്നെയും വരും. അങ്ങനെ ഇതിൽ 1% ആളുകൾക്ക് ഈ പ്രശ്നം ക്രോണിക് ആകും. ക്രോണിക് എന്ന് പറഞ്ഞാൽ പഴക്കം ചെന്ന ഒരു അസുഖമായി തീരാൻ സാധ്യതയുണ്ട്. അതിനെ നമ്മൾ ക്രോണിക് ഓട്ടൈറ്റിസ് എന്ന് വിളിക്കും. ക്രോണിക് ഓട്ടൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പഴുപ്പ് പല കാലങ്ങളായിട്ട് നിൽക്കുന്ന ഒരു തരം. പക്ഷെ ഇതിലുള്ള പ്രശ്നം ഈ പഴക്കം മാത്രമല്ല, പഴക്കം കാരണം വരുന്ന പാത്തോളജിക്കൽ ചേഞ്ചസ് എന്ന് വെച്ചാൽ അടിസ്ഥാനപരമായിട്ടുള്ള രോഗത്തിന്റെ സ്വഭാവം തന്നെ അങ്ങ് മാറി പിന്നെ മരുന്നിൽ ചികിത്സിച്ചാൽ ഭേദമാകാത്ത രീതിയിൽ മാറി പാടയിലെ ദ്വാരം വലുതായി അത് തനിയെ അടയാത്തൊരു സ്ഥിതി വരും. അത് പിന്നെ സർജിക്കലായിട്ട് നമ്മൾ അടയ്ക്കേണ്ടി വരും. ഡോക്ടർ പറഞ്ഞു ഈ മദ്യകരണത്തില് പഴുപ്പ് കെട്ടിയിട്ട് ഉള്ള ഒരു അവസ്ഥ. അപ്പൊ അങ്ങനെ പൊട്ടുന്നതിന് മുമ്പ് ആന്റിബയോട്ടിക് കൊടുത്താൽ ഭേദമാക്കാവുന്നതേ ഉള്ളൂ? തീർച്ചയായിട്ടും 1% വരെ, ഞാൻ മുൻപ് പറഞ്ഞ മാതിരി 1% വരെയുള്ള ആളുകൾക്ക് ആന്റിബയോട്ടിക് കറക്റ്റായിട്ട് സമയത്ത് ശരിയായ സമയത്ത് കൊടുത്താൽ തീർച്ചയായിട്ടും ഇൻഫെക്ഷൻ ഒഴിവാക്കി കൊണ്ടുവന്ന് പാട പൊട്ടുന്നതിനെ നമ്മൾ ഒഴിവാക്കിയെടുക്കാം. പക്ഷേ ഇതിലും പാട പൊട്ടിയാൽ തെറ്റാണ്, കൊള്ളില്ല എന്നുള്ളൊരു വാദം കൂടെ ഉണ്ട്. പക്ഷെ അങ്ങനെ അത് നാട്ടുകാർക്കുള്ളൊരു ബിലീഫാണ്, വിശ്വാസമാണ്. ശരിയായിട്ട് അങ്ങനെ ഇല്ല. ഇപ്പൊ ഇയർ ഡ്രം പോലും ഒരു പരിധിയിൽ കവിഞ്ഞ് വീർത്തു കഴിഞ്ഞാൽ അകത്തെ പഴുപ്പ് ഡിസ്ചാർജ് ചെയ്ത് പുറത്തേക്ക് പോകുന്നതാണ് എപ്പോഴും നല്ലത്. എന്ന് വെച്ച് പാട പൊട്ടിക്കണമെന്നില്ല. തനിയെ പൊട്ടാനുള്ളത് പൊട്ടിയാലും നമ്മൾ ആന്റിബയോട്ടിക് കൊടുത്താൽ വേറെ മരുന്നുകളും കൊടുത്ത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അത് പൂർണ്ണമായി പഴയ പോലെ ഹീൽ ചെയ്ത് നോർമലാകും തീർച്ചയായിട്ടും, ഒരു പരിധി വരെ ഉള്ള ആളുകൾക്ക്. പക്ഷെ ചില ആളുകൾക്ക് എന്തായാലും അത് പൊട്ടാതെ കിടന്ന പ്രശ്നങ്ങളാകുമ്പോഴാണ് നമ്മൾ മിരിങ്കോട്ടമി എന്ന് പറഞ്ഞ് ചെറിയൊരു ശസ്ത്രക്രിയയിൽ കൂടെ കുത്തിവെച്ച് മരവിപ്പിച്ചോ മയക്കിയോ, കുട്ടികളാണെങ്കിൽ മയക്കിയോ നമ്മൾ ഇയർ ഡ്രം ചെറുതായിട്ടൊന്ന് കീറി പഴുപ്പ് പുറത്തേക്ക് എടുക്കാനും വരാറുണ്ട്. പക്ഷെ ഇപ്പൊ ആന്റിബയോട്ടിക്കുകളൊക്കെ വന്ന സ്ഥിതിക്ക് സമയത്ത് നമ്മൾ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ ഇതിന്റെ ഒന്നും ആവശ്യം വരാറില്ല. ഇപ്പം ഈ ജലദോഷം വന്നിട്ട് ചെവിവേദന വരുന്ന കാര്യം പറഞ്ഞു, അതല്ലാതെ തന്നെ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് ചെവിവേദന വരാമോ? ഇപ്പം റെഫേർഡ് പെയിൻസ് ആയിട്ട് വരാം. എന്നുവെച്ചാൽ ഇൻഫെക്ഷൻ ആകണമെന്ന് തന്നെ ഇല്ല ചെവിവേദന വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അത് പക്ഷേ തിരിച്ചറിയണമെങ്കിൽ ഇപ്പൊ ചെവിവേദന എന്ന് പറഞ്ഞു പോകുമ്പോ ഒരു കോഴ്സ് ആന്റിബയോട്ടിക്, ഒരു വേദന സംഹാരി ഇതിങ്ങനെ കഴിക്കാറുണ്ട്. ചില പേഷ്യൻസ് തന്നെ ഓവർ ദ കൗണ്ടർ എന്ന് വെച്ചാൽ മരുന്ന് കടകളിൽ പോയി പറഞ്ഞു വാങ്ങിച്ചു കഴിക്കുന്നവർ വരെ എനിക്കറിയാം. പക്ഷേ ഇത് മിക്കതും ചെവിയുടെ തന്നെ അസുഖം കൊണ്ടാകണമെന്നില്ല ഈ വേദന. ഉദാഹരണത്തിന് അണപ്പല്ലിനുള്ള ഓട്ട, അണപ്പല്ലിന്റെ വേദന ആദ്യം വരുന്നത് ചെവിയിലേ വരുള്ളൂ മിക്ക കേസുകളിലും. അപ്പൊ നമ്മൾ പല്ലിന്റെ വേദനയെക്കാളും കൂടുതൽ ചെവിക്കാണ് സെൻസിറ്റിവിറ്റി എന്നുള്ളത് കൊണ്ട് ചെവിയിൽ പിടിച്ചാണ് പേഷ്യൻസ് വരിക. ചെവിയുടെ ആണോ പല്ലിന്റെ ആണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ ഇയർ ഡ്രം കാണണം. ഇയർ ഡ്രം സാധാരണ ടോർച്ച് തെളിയിച്ച് നോക്കിയാൽ കാണാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ചെവിയുടെ കനാലിന് ഒരു ചെറിയ എസ് മാതിരി ഒരു വളവുണ്ട്. അപ്പൊ ഈ അറ്റത്തുനിന്ന് നോക്കിയാൽ എസിന്റെ ആദ്യത്തെ വളവിന്റെ ആ മുക്കേ കാണാൻ പറ്റുള്ളൂ, ഇയർ ഡ്രം കാണാൻ പറ്റില്ല. അപ്പൊ ഇയർ ഡ്രം കാണണമെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ കാത് വലിച്ചു നോക്കിയാലേ ഇയർ ഡ്രം കാണുള്ളൂ. അപ്പൊ അതിന് പ്രത്യേകതരം ലൈറ്റും വേണം. അപ്പൊ അത് നോക്കി ഇയർ ഡ്രം നോർമലായെന്ന് കണ്ടാൽ നമുക്ക് അതല്ല കാരണം ഇയർ ഡ്രമ്മിന്റെ പ്രോബ്ലമോ കാതിന്റെ പ്രോബ്ലമോ അല്ല എന്ന് തീരുമാനിക്കാം. പല്ലിന്റെ കേടുകൊണ്ടും പല്ലിന്റെ റൂട്ടിന്റെ പ്രോബ്ലംസ് കൊണ്ടും വേരിന്റെ പഴുപ്പ് കൊണ്ടും ചെവിക്ക് വേദന വരാം. പിന്നെ ഉള്ളത് തൊണ്ടയുടെ പഴുപ്പ്. ടോൺസിലൈറ്റിസ് വന്നാൽ ആദ്യത്തെ സ്റ്റേജിൽ ചെവിവേദനയായിട്ടാണ് അനുഭവപ്പെടുക. പിന്നെ വായ്പുണ്ണ് തന്നെ ഞാൻ പലപ്പോഴും പല പേഷ്യൻസിന് കാണാറുണ്ട്. വായ്പുണ്ണുകൾ വായിൽ എവിടെ വേണമെങ്കിലും വരാം. ഒരു വായ്പുണ്ണ്, ഒരു ചെറിയ വായ്പുണ്ണ് ടോൺസിലിന്റെ മോളിൽ വന്നാൽ മതി, ചെവിയിൽ ആദ്യം വേദന വരും. അത് നമ്മൾ നോക്കാറേയില്ല. എന്നാൽ ടോൺസിൽ കാണുമ്പോൾ പഴുത്ത മാതിരി ഇരിക്കും. ടോൺസിലിനുള്ള ആന്റിബയോട്ടിക് കഴിക്കും, പോവില്ല. എന്നുവെച്ചാൽ വായ്പുണ്ണ് വന്നാൽ വായ്പുണ്ണിനുള്ള മരുന്ന് കൊടുത്താൽ മാത്രമേ വായ്പുണ്ണ് പോവുള്ളൂ. പക്ഷെ വായ്പുണ്ണിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള മരുന്ന് കൊടുത്താൽ 2 ദിവസത്തിൽ വായ്പുണ്ണ് ഉണങ്ങുകയും ചെയ്യും, ചെവിവേദന അപ്പാടെ അതിന്റെ കൂടെ പോവുകയും ചെയ്യും. അതൊന്ന്. അതുപോലെ നാക്കിലെ പുണ്ണ്, നാക്കിൽ വായ്പുണ്ണ് വരാം. വന്നാൽ ആദ്യം വേദന വരുന്നത് കാതിനെ വരുള്ളൂ. പിന്നെ വളരെ കോമൺ ആയിട്ട് കാണുന്നത് TMJ ആർത്രൈറ്റിസ് എന്ന് പറയും. TMJ എന്ന് പറഞ്ഞാൽ താടി എല്ല്
തലയോട്ടിയുമായിട്ട് ചേരുന്ന ഈ ജോയിന്റ് കാതിന് മുന്നിലാണുള്ളത്. അപ്പൊ ആ ജോയിന്റിന് വരുന്ന പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് നമ്മൾ പുറത്തു പോകുമ്പോൾ ഒരു രസത്തിനായിട്ട് ഒരു പച്ചമാങ്ങ കഷ്ണമോ അല്ലെങ്കിൽ കരിമ്പോ അല്ലെങ്കിൽ ഒരു മുറുക്കോ എന്തെങ്കിലും കടിച്ചു കാണും. ആ സമയത്ത് ചെറിയൊരു സ്ട്രെയിൻ വന്നിട്ടുണ്ടാകും, അത് ശ്രദ്ധിക്കാതെ പോകും. 2 ദിവസം കഴിയുമ്പോൾ ഇൻഫ്ലമേഷൻ, നീര് വരും. നീര് വന്ന് പതുക്കെ പതുക്കെ ഇവിടെ വേദന വരും. ആദ്യം ചെവിയിലെ വേദന വരിക. ചെവിയുടെ വേദനയാന്ന് പറഞ്ഞ് അതിനുള്ള മരുന്ന് കഴിക്കും, പോവില്ല. പിന്നെ ഇത് താടി എല്ലിന്റെ അനക്കം കാരണം അത് കൂടി 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 വന്ന് കാതിനെ ബാധിക്കും. കാതിന്റെ അസുഖം, കാതിനെ ബാധിക്കുന്നതല്ല, കാതിന്റെ വേദനയായിട്ട് വരും. നമ്മളത് മിസ്റ്റേക്ക് ചെയ്ത് വേറെ കഴിച്ചോണ്ടിരിക്കും. അപ്പൊ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, കാതിന്റെ വേദനകൾ കാതിന്റേതായ കാരണങ്ങൾ കൊണ്ട് മാത്രം വരണമെന്നില്ല, വേറെ എന്തു ആകാം. പിന്നെ ഈ കാതിന് വരുന്ന വേദനയിൽ ഒരു മുഖ്യമായിട്ടുള്ളത് കാതിനകത്തെ കുരു, ഫറങ്കുലോസിസ് എന്ന് പറയും. ബോയിൽ എന്ന് സാധാരണ ഇംഗ്ലീഷിൽ പറയും, നമ്മൾ മലയാളത്തിൽ കുരു എന്ന് പറയുന്നത്. വളരെ നമ്മൾ വിചാരിക്കുന്ന മാതിരി അത്ര സിമ്പിൾ അല്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ശരീരത്തിൽ കുരു വന്നാൽ ചെറിയ വേദനയായിട്ട് 2 ദിവസം കൊണ്ട് പോകേണ്ടത് ചെവിയുടെ അകത്ത് വന്നാൽ സഹിക്കാൻ വയ്യാത്ത വേദനയാണ്. മാത്രമല്ല മാറാനും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കണ്ടീഷനാണ് കാതിന്റെ അകത്തെ കുരു. അത് സാധാരണ വരുന്നത് നാട്ടുകാര് കൈ കിട്ടുന്ന സാധനങ്ങളൊക്കെ ചെവിയിൽ ചൊറിയുന്നത് ഭയങ്കര സുഖകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഉദാഹരണത്തിന് ഒരു ചൊറിച്ചിലുണ്ടായാൽ നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ വഴിയരികിൽ തന്നെ ആളുകൾ നിന്ന് ചൊറിയുന്ന കണ്ടിട്ടുണ്ട്. എന്താ പറയുക, കൊക്ക് നിൽക്കുന്ന മാതിരി പതുക്കെ കാലൊന്ന് മടക്കി മതിലിൽ ചാരി പതുക്കെ കണ്ണൊക്കെ അടച്ച് ഇങ്ങനെ പതുക്കെ തിരിച്ചുകൊണ്ടിരിക്കുന്നവർ എത്രയോ ആളുകളെ കണ്ടിട്ടുണ്ട്. രോഗികൾ വരുമ്പോഴും നമ്മൾ പറയാറുണ്ട്. പക്ഷെ അവരോട് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഈ ഒരു സുഖത്തിന് വേണ്ടി അവരത് ഇട്ടിത്തിരിക്കും. പക്ഷെ ഇത് തീർച്ചയായിട്ടും രോമകൂപങ്ങളുടെ അകത്ത് ഇൻഫെക്ഷന് വഴിവെച്ച് പതുക്കെ കുരുവായിട്ട് വരിക ചെയ്യുക. ചെറുതായിട്ട് വേദന തുടങ്ങുന്നത് പെട്ടെന്നൊരു 1/2 ദിവസം കൊണ്ട് കൂടിയിട്ട് ചെവിയുടെ ദ്വാരം തീർത്തും അടഞ്ഞു പോകും. തീർത്തും അടഞ്ഞിട്ട് വാ തുറക്കാൻ വയ്യാതെ ഒരു സ്ഥിതിയിൽ വരും. കേൾക്കാനും കുറവായിരിക്കും. കണ്ട് നമ്മൾ മനസ്സിലാക്കുമ്പോഴേ ആ കുരുവിന്റെ അകത്തേക്കുള്ള വ്യാപ്തി മനസ്സിലാക്കുള്ളൂ. എന്നിട്ട് അതിനെ നമ്മൾ പാക്ക് ചെയ്യും. യൂഷ്വലി മരുന്ന് പാക്ക് ചെയ്യുക. അപ്പൊ ഇതിനുള്ള ചികിത്സ മരുന്ന് അകത്ത് വെച്ചിട്ട് ആന്റിബയോട്ടിക് കഴിക്കുക എന്നുള്ളത്. പിന്നെ ആദ്യം പറഞ്ഞ മാതിരി കുട്ടികൾക്ക് വരുന്ന ഈ ഇൻഫെക്ഷൻ മാതിരിയുള്ള സംഗതികളിൽ വരുന്ന ചെവിവേദന ചികിത്സിക്കുന്നത് ആന്റിബയോട്ടിക്കുകളും അതിനുള്ള ആന്റി ഇൻഫ്ലമേറ്ററി മരുന്നുകളും കൊടുത്തിട്ട്. മുതിർന്നവർക്കും ഇതുപോലെ തന്നെ. പക്ഷേ ഇതിൽ ആദ്യമായിട്ട് വരുന്ന ഒരു ചെവിവേദനയ്ക്ക് ഉള്ള ചികിത്സയും മുൻപ് പറഞ്ഞ മാതിരി ക്രോണിക് എന്ന് പറഞ്ഞാൽ പഴക്കം വരുന്ന ചെവിവേദനയ്ക്കുള്ള ചികിത്സയും പൂർണ്ണമായിട്ടും 2 തരത്തിലാണ്. ആദ്യത്തേതിന്റെ ചികിത്സ മരുന്നുകൾ കൊണ്ടും രണ്ടാമത്തേതിന്റെ ചികിത്സ പൂർണ്ണമായിട്ടും ഓപ്പറേഷൻ മൂലവുമാണ്. ഇപ്പം ഡോക്ടർ പറഞ്ഞു, ഇപ്പം ആദ്യപടിയായിട്ട് നമ്മൾ ആന്റിബയോട്ടിക്കും പെയിൻ കില്ലേഴ്സും അല്ലെങ്കിൽ ആന്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസുമാണ് കൊടുക്കുന്നത്. പക്ഷേ ചെവിവേദന വരുമ്പം ഓവർ ദ കൗണ്ടർ ചിലർ ഇയർ ഡ്രോപ്സ് ഒക്കെ വാങ്ങിച്ചൊഴിക്കാറുണ്ട്. ഈ ഇയർ ഡ്രോപ്സ് എത്രത്തോളം എഫക്റ്റീവ് ആണ്? ഇയർ ഡ്രോപ്സ് സാധാരണ ഒന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഡ്രോപ്പുകൾ ഒരിക്കലും തൊലിയിൽ കൂടെ വലിച്ചെടുക്കില്ല. ഡ്രോപ്സ് തൊലിയിൽ കൂടെ വലിച്ചെടുക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി നമ്മുടെ ഇയർ കനാലിലെ സ്കിന്നിനും ഇല്ല. അപ്പൊ നമ്മൾ ഒഴിക്കുന്നത് സാധാരണ താൽക്കാലിക ശമനത്തിന് വേണ്ടിയാണ്. എന്തോ ഒഴിച്ചു എന്നുള്ള മാനസികമായിട്ടുള്ള ഒരു സമാധാനത്തിന് വേണ്ടി. അത് ഒഴിക്കുമ്പോൾ ഒന്ന് സ്റ്റില്ലിംഗ് എഫക്ട് ഉണ്ടാവും. ഉദാഹരണത്തിന് കുട്ടികളിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് ചെവിവേദന അല്ലെങ്കിൽ പോലും ഒരു തുള്ളി മരുന്ന് ചെവിയിൽ ഒഴിച്ചാൽ സ്റ്റില്ലിംഗ് എഫക്ട് ഉണ്ട്. പെട്ടെന്ന് എന്തോ ഒരു കുട്ടിക്ക് ഒരു സമാധാനം കിട്ടിയ മാതിരി ഒരു 10-20 സെക്കൻഡിലേക്ക് കുട്ടി ഇതെന്താ സംഭവിച്ചത് എനിക്ക് എന്നായിരിക്കും അതിന് കൊച്ചിന്റെ വിചാരം. എന്തായാലും കൊച്ചനങ്ങാണ്ട് കിടക്കും. അപ്പൊ അമ്മയുടെ ആശ്വാസം വേറെ. അമ്മ വിചാരിക്കുമോ ഇത് ഒഴിച്ചുകൊണ്ട് പെട്ടെന്ന് എന്റെ കുട്ടിയുടെ ചെവിവേദന മാറി. ഇതൊന്ന്. ശരിക്കു പറഞ്ഞാൽ ദ്വാരമുള്ള ചെവിയിൽ എന്ന് വെച്ചാൽ ചെവിയിലെ പാടയിൽ നിന്നും വരുന്ന പഴുപ്പ് തുടച്ചെടുത്തിട്ട് തുള്ളിമരുന്ന് ഒഴിച്ചാൽ അതിന് ഇഫക്റ്റ് കിട്ടാം. അത് മധ്യകർണത്തിലേക്ക് എത്തിയിട്ട് അവിടെയുള്ള പസ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ പഴുപ്പ് ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഉള്ള ബാക്ടീരിയയെ തടഞ്ഞിട്ടുള്ള ഒരു ഇഫക്റ്റ് കിട്ടുമെന്നല്ലാതെ ഇന്റാക്ട് ആയിട്ടുള്ള ഇയർ ഡ്രം എന്ന് വെച്ചാൽ മുഴുവനായിട്ടുള്ള കാതിലെ പാടയുള്ളപ്പോ തുള്ളിമരുന്നകത്തേക്ക് പോവില്ല. പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോ ഇറങ്ങുന്ന ചില തുള്ളിമരുന്നുകളിൽ ആന്റിബയോട്ടിക് കൂടാതെ ഒരു 4-5 കാര്യങ്ങൾ ചേർന്ന് മൾട്ടിപ്പിൾ ഇൻഗ്രീഡിയൻസ് ഉള്ള തുള്ളിമരുന്നുകൾ ഇറങ്ങുന്നുണ്ട്. അത് പക്ഷേ ഗുണത്തെക്കാളും ചിലപ്പോൾ ദോഷം വരുത്തിവെക്കാം. ഉദാഹരണത്തിന് സെൻസിറ്റിവിറ്റി, അലർജി, ആന്റി ഫംഗൽ ഡ്രോപ്സ്. ആന്റി ഫംഗൽ ഡ്രോപ്സ് ഒഴിക്കുമ്പോൾ വല്ലാത്ത അലർജി മൂലം കാതിന്റെ പുറമേയുള്ള ബാഹ്യകർണത്തിലെ തൊലിയെ വല്ലാണ്ട് ബാധിച്ച് അലർജി ബാധിച്ച് കൂടുതൽ
കുട്ടികളിൽ വേദന വരാനുള്ള ഒരു കാരണം ഫോറിൻ ബോഡീസ് അല്ലെങ്കിൽ എന്തെങ്കിലും അറിയാതെ ചെവിയിലിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും ചെയ്യുന്നത്? ഇതിൽ രണ്ടു തരം ഫോറിൻ ബോഡീസ് ഉണ്ട്. ഒന്ന് ലൈവ് ആയിരിക്കാം, ഒന്ന് ഇനാനിമേറ്റ് ആയിരിക്കാം. ലൈവ് എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ഈ ചെറു പ്രാണികൾ പെട്ടെന്ന് പറന്നു കയറും. ഈ കൊതുക് മാതിരിയുള്ളത്, ചെറിയ വണ്ടുകള് അകത്ത് പറന്നു കയറിയാൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വെപ്രാളമായിരിക്കും. ചെവി വളരെ സെൻസിറ്റീവാണ്. ചെറിയ ഉറുമ്പ് പോയാലും ഒരു ആന നടക്കുന്നത്ര ഒരു ബുദ്ധിമുട്ടുണ്ടാകും നമുക്ക്. ഭയങ്കര കരച്ചിലും അത് ആ പ്രാണിക്ക് നമ്മളെക്കാളും കൂടുതൽ വെപ്രാളം കാണുമായിരിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന ഇതിൽ നമുക്ക് വല്ലാത്ത വെപ്രാളമാകും. ഇപ്പൊ തൽക്കാലം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ പഴുത്തിട്ടില്ലാത്ത ചെവിയാണെങ്കിൽ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കാൻ പറയും. പണ്ടും പറയും, ഇപ്പോഴും അത് തന്നെ. ഒരു തുള്ളി വെളിച്ചെണ്ണ ഇളം ചൂടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് അതുകൊണ്ട് പ്രത്യേകം ഒരു പെട്ടെന്ന് ടെമ്പറേച്ചറിന്റെ എഫക്ട് ഡിഫറൻസ് വന്നിട്ടുള്ള എഫക്ട് വരാതിരിക്കാനാണ് ഇളം ചൂടാക്കാൻ പറയുന്നത്. കുഴപ്പമില്ല. 2 തുള്ളി വെളിച്ചെണ്ണ. സ്കിന്നാണല്ലോ ഈ സ്കിൻ തന്നെയാണ് ചെവിയിലേക്കും പോകുന്നത്. അതുകൊണ്ട് സ്കിന്നിന് വെളിച്ചെണ്ണ ചോദിച്ചാൽ വലിയ കുഴപ്പമില്ലാത്ത കാരണം ഒഴിച്ച് 2 തുള്ളിയോ 3 തുള്ളിയോ ഒഴിച്ചാൽ പ്രാണിയായാൽ അനങ്ങാണ്ട് കിടന്നോളും. എന്നുവെച്ചാൽ ഒട്ടിപ്പോയിട്ട് അനങ്ങാണ്ട് കിടന്നോളും. എന്നിട്ട് ഡോക്ടറിനെ കണ്ടിട്ട് അതിനെ റിമൂവ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഒന്നും ഇട്ട് തോണ്ടരുത്. പ്രാണിയായാലും വേറെ എന്തിട്ടാലും നമ്മള് ബഡ്സ് ആണ് സാധാരണ എല്ലാവരും ഇടുക. ബഡ്സ് ഇട്ടാൽ എന്തായാലും ഇപ്പൊ വാക്സ് ആയാലും എന്ന് വെച്ചാൽ ചെവിക്കായമായാലും ഒരു പ്രാണിയായാലും അകത്തേക്ക് തള്ളിപ്പോകാനേ ചാൻസ് ഉള്ളൂ. അതൊന്ന്. പിന്നെ ഇനാനിമേറ്റ് ഫോറിൻ ബോഡീസ് ആകാം. കുട്ടികൾ മുത്ത്, കല്ല്, ഈ സ്പോഞ്ചിന്റെ കഷ്ണം, ഇതല്ല തെർമോക്കോൾ കഷ്ണം, ഇതൊക്കെ അകത്തോട്ടിടും. ഇതകത്തേക്ക് ഇട്ടാൽ കുറച്ച് ഹാർഡ് ആകുമ്പോൾ അല്ലെങ്കിൽ ഇത് തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇൻഫെക്ഷൻ വരാം, അണുബാധ വന്നിട്ട് അതിൽ നിന്ന് പെയിൻ വരാറുണ്ട്. എന്തായാലും ഇതിന് രണ്ടിനും ഡോക്ടറെ കണ്ട് എടുപ്പിക്കുകയേ നിവൃത്തിയുള്ളൂ. സാധാരണ ഡോക്ടർ ഒരു വിധത്തിൽ ഉള്ള എടുക്കാവുന്ന ഫോറിൻ ബോഡീസ് ഒക്കെ ചെറിയ ഇളം ചൂടുവെള്ളം തള്ളി സിറിഞ്ച് ചെയ്ത് പുറത്തേക്ക് എടുക്കും, വേദന കൂടാതെ. ഡോക്ടർ ഇപ്പം ഈ ബഡ്സ് യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പം എല്ലാവരുടെയും ധാരണ ഇയർ വാക്സ് റെഗുലർലി ക്ലീൻ ചെയ്യണം എന്നുള്ളതാണ്. ശരിക്കുള്ള എന്താണ്? അതായത് ശരിക്കും നമ്മൾ ക്ലീൻ ചെയ്യണോ അല്ലെങ്കിൽ നോർമലായിട്ട് തന്നെ പോകുന്നതാണോ? എങ്ങനെയാണ് അത് ചെവിയുടെ ഇത് നോക്കേണ്ടത്? ഡോക്ടർ ഇപ്പൊ പറഞ്ഞ മാതിരി മിക്കവർക്കും എനിക്ക് തോന്നുന്നു അറൌണ്ട് 85% ആളുകൾക്കും ഉള്ള വിശ്വാസമാണ് ചെവിക്കായം അഴുക്കാണെന്നുള്ളത്. ചെവിക്കായം അഴുക്കല്ല. ചെവിക്കായം നമ്മുടെ ചെവിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു മെക്കാനിസം, നാച്ചുറൽ മെക്കാനിസമാണ്. അപ്പൊ ചെവിക്കായം ഉള്ള ചെവി, ആരോഗ്യമുള്ള ചെവി എന്നുള്ളൊരു മോട്ടോ ആണ് വേണ്ടത്. ചെവിക്കായം ഒട്ടുമില്ലാത്ത ചെവിയിൽ ഫംഗൽ ഇൻഫെക്ഷനും ബാക്കി തരം ഇൻഫെക്ഷനും വരാൻ സാധ്യതകൾ കൂടുതലാണ്. ഇപ്പൊ സാധാരണഗതിയിൽ ഈ ചെവിക്കായം ഉണ്ടാകുന്നത്, ചെവിക്കായത്തിന്റെ അളവ് നിശ്ചയിക്കുന്നത് നമ്മുടെ ഹെറിഡിറ്റിയാണ്. ജനിതകമായ ഒരു സെറ്റപ്പ് കാരണമാണ് അത് ഉണ്ടാകുന്നത്. ചില ആളുകളിൽ വളരെ കുറച്ചേ ഉണ്ടാകുകയുള്ളൂ, ചില ആളുകൾ വല്ലാതെ അധികം ഉണ്ടാവും. 3 മാസത്തിലൊരിക്കലൊക്കെ റിമൂവ് ചെയ്യേണ്ടി വരാം. ചില ആളുകളിൽ വളരെ ലിക്വിഡ് ആയിരിക്കും, ജലം മാതിരി ഇരിക്കും, നീര് മാതിരി ഇരിക്കും, അതിങ്ങനെ ഒഴുകി വരികയും ചെയ്യും, മഞ്ഞ നിറത്തിലുള്ള നീര് മാതിരി. ചില ആളുകളിൽ വല്ലാത്ത കട്ടിയായിട്ട് തറഞ്ഞ് മയക്കിയിട്ടെടുക്കേണ്ടി വരാറുണ്ട് ചില ആളുകൾക്ക് വേദന തുടങ്ങിയിട്ട്. പൊതുവെ പറയുകയാണെങ്കിൽ വാക്സ് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഈ പറഞ്ഞ തരത്തിലുള്ള കട്ടി പിടിക്കുന്ന വാക്സ് ആണെങ്കിൽ ഡോക്ടറിനെ കണ്ടിട്ട് പീരിയോഡിക് ആയിട്ട്, എന്ന് വെച്ചാൽ ഒരു 4 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 വർഷത്തിലെങ്കിലും ഒരിക്കൽ റിമൂവ് ചെയ്യുന്നത് നന്നായിരിക്കും. കട്ട പിടിച്ചാൽ അത് തൊലിയോടുകൂടെ ചേർന്ന് കെരട്ടോസിസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനിലേക്ക് വഴിവെക്കാം. ഉദാഹരണത്തിന് അത് തൊലിയുമായിട്ട് ചേർന്ന് നല്ലൊരു ലിങ്ക് ഉണ്ടായിട്ട് എല്ല് വരെ ഇറോഡ് ചെയ്ത് പോവാന്ന് വെച്ചാൽ ദ്രവിച്ചു പോവാം. എന്നിട്ട് ദ്രവിച്ചിട്ട് വല്ലാതെ വേദനയും ഈ വാ തുറക്കാൻ പോലും പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് വന്നിട്ട് തോണ്ടിയെടുക്കാൻ പോലും പറ്റില്ല, വാഷ് ചെയ്താൽ ഒട്ടും വരില്ല, അങ്ങനെ മയക്കി എടുക്കേണ്ടി വരാറുണ്ട്. അപ്പം ഇയർ വാക്സ് ഡോക്ടർ പറഞ്ഞ ചിലരിൽ ഭയങ്കര കട്ടിയായിട്ടായിരിക്കും. അപ്പൊ ഒരിക്കൽ റിമൂവ് ചെയ്തു പിന്നെയും പീരിയോഡിക്കലി റിമൂവ് ചെയ്യേണ്ടി വരാറുണ്ട്. പക്ഷെ അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും വാക്സ് ഡിസോൾവ് ചെയ്യുന്ന സൊല്യൂഷനും അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാറുണ്ടോ? വാക്സ് സോൾവെന്റ്സ് നമ്മൾ സാധാരണ തുടർച്ചയായിട്ടുള്ള ഒരു ബേസിസിൽ പേഷ്യൻസിന് അഡ്വൈസ് ചെയ്യാറില്ല. എന്ന് വെച്ചാൽ ചില വാക്സ് സോൾവെന്റ്സിന് കണ്ടിന്യൂസ് യൂസിൽ, എന്ന് വെച്ചാൽ തുടർച്ചയായിട്ടുള്ള യൂസിൽ ചെവിയുടെ അകത്ത് തൊലിയെ ഡാമേജ് ചെയ്യാനുള്ള ഇതുണ്ട്. ഇതെല്ലാം കെമിക്കൽസ് ആണല്ലോ എന്തായാലും. പിന്നെ പാരഫിൻ, നമ്മൾ ഒലീവ് ഓയിൽ സാധാരണ കുട്ടികൾക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഒലീവ് ഓയിൽ സാധാരണ പ്രശ്നം വരാറില്ല. പക്ഷെ ഒലീവ് ഓയിലിന് ഇതുമാതിരത്തെ വാക്സിനെ അലിയിക്കാനുള്ള ആ കപ്പാസിറ്റിയും വളരെ കുറവാണ്. മൊത്തത്തിൽ പറയുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് തുടർച്ചയായിട്ട് യൂസ് ചെയ്യാവുന്ന ഒന്നുമില്ല. പിന്നെ ദിവസവും ക്ലീനിങ്ങും നമ്മൾ അഡ്വൈസ് ചെയ്യുന്നില്ല ആർക്കും.
ഓക്കെ. പിന്നെ ഡോക്ടർ, ഇപ്പം ചെവിവേദനയുടെ വേറൊരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ചെവിവേദന ഉണ്ടാവാം. അതുപോലെ തന്നെ ഇപ്പം കുറച്ച് തണുത്ത കാറ്റടിക്കുമ്പോൾ തന്നെ, അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഗതിയാണ്. ഉദാഹരണത്തിന് നമ്മൾ ഈ ജീവിക്കുന്ന സീ ലെവലിൽ നമ്മുടെ പുറത്തെയുള്ള പ്രഷറും മധ്യകർണത്തിലെ പ്രഷറും ഈക്വൽ ആണ്. അതേസമയം ഒരു പ്ലെയിനിൽ മുകളിലേക്ക് പോകുമ്പോൾ മുകളിൽ അറ്റ്മോസ്ഫിയറിന്റെ പ്രഷർ വളരെ കുറവായതുകൊണ്ട് നമ്മുടെ മധ്യകർണത്തിലെ പ്രഷറും ലോ ആവും, വളരെ കുറയും. തിരിച്ച് പ്ലെയിൻ താഴോട്ട് ഇറങ്ങുമ്പോൾ മധ്യകർണത്തിലെ പ്രഷർ ബാഹ്യമായിട്ടുള്ള അന്തരീക്ഷത്തിന്റെ പ്രഷറിലോട്ട് ഈക്വലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. ഉദാഹരണത്തിന് കോൾഡായിട്ട് പറക്കുന്നവര്, നല്ല ജലദോഷം, തൊണ്ടയിലെ പഴുപ്പ്, ഇങ്ങനെ ഈ സമയത്ത് പറക്കുന്നവർക്ക് തിരിച്ചു വരുമ്പോൾ, മോളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും പ്രഷർ ഈക്വലൈസ് ചെയ്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആവില്ല. എന്ന് വെച്ചാൽ മധ്യകർണത്തിലുള്ള മർദ്ദവും ബാഹ്യമായിട്ടുള്ള മർദ്ദവും ഈക്വൽ ചെയ്യാതിരുന്നാൽ പെട്ടെന്ന് മധ്യകർണത്തിനകത്ത് വലിവുണ്ടായിട്ട് സിവിയർ പെയിൻ വരാം. ഇതാണ് ബാരോട്രോമ എന്ന് പറയുന്നത്. ബാരോട്രോമ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കാരണമുള്ള ട്രോമ. ഇതൊന്ന്. ഇനി രണ്ടാമത്തേത് വരുന്നത് ഈ കാറ്റടിക്കുമ്പോൾ വരുന്നത് ഇതേ ഒരു സംഗതിയാണ്. പുറത്ത് വായുവിന്റെ നീക്കം പെട്ടെന്നാവുമ്പോൾ ബാഹ്യകർണത്തിലുള്ള പ്രഷർ പെട്ടെന്ന് താൽക്കാലികമായിട്ടൊരു താഴ്ചയുണ്ട്. ഈ ബെർണൂലി ഫിനോമിനൻ എന്നൊക്കെ പണ്ട് ഫിസിക്സിൽ പറഞ്ഞ മാതിരി. അപ്പൊ അതും ഈ പ്രഷറിന്റെ ഡിഫറൻസിൽ വരുന്നതാണ്. ഇതേ ഇഫക്റ്റ് നിങ്ങൾക്ക് ഇപ്പൊ മൂന്നാറിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇറങ്ങുമ്പോൾ കാണും, പെട്ടെന്ന് അടയും തുറക്കുകയും ചെയ്യും. പക്ഷെ സാധാരണ ആളുകൾക്ക് ഇത് ഈക്വലൈസ് ചെയ്ത് പോവുമെങ്കിലും ഈ ഇൻഫെക്ഷൻ ഞാൻ പറഞ്ഞ മാതിരി തൊണ്ടയുടെ ഇൻഫെക്ഷനോ ഒരു കോൾഡോ മറ്റോ ഉള്ള അപ്പർ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉള്ളവർക്ക് സിവിയർ പെയിനിലേക്ക് വരാം. അപ്പൊ അങ്ങനെയുള്ളവർ എന്താ ശ്രദ്ധിക്കണ്ടേ? കാരണം ഞങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ ചൂയിങ് ഗം അല്ലെങ്കിൽ മിഠായി കഴിച്ചുകൊണ്ട് പോവുക, കഴിയുന്നതും ഇടയ്ക്കിടയ്ക്ക് സ്വാലോ ചെയ്തുകൊണ്ട് പോവുക. കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ അമ്മയുടെ അടുത്ത് പാല് കൊടുത്തുകൊണ്ട് വരാൻ പറയും. താഴോട്ട് വരുമ്പോൾ പ്ലെയിൻ താഴോട്ട് ഇറങ്ങുമ്പോഴോ ഈ ഇതുമാതിരി മല മുകളിൽ നിന്ന് താഴോട്ട് വണ്ടിയിൽ വരുമ്പോൾ ആ പ്രഷർ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടി ബ്രസ്റ്റ് ഫീഡിങ് അഡ്വൈസ് ചെയ്യും. ഇപ്പൊ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ടിംപാനിക് മെംബ്രെയിൻ റപ്ചർ ആവാറുണ്ടോ? ഉണ്ട്. ചില അക്യൂട്ട് ബാരോട്രോമ എന്ന് പറയുന്ന കണ്ടീഷനിൽ ടിംപാനിക് മെംബ്രെയിനിന് സിവിയർ ആയിട്ട് ബ്ലീഡിംഗ് ഉണ്ടാവും. ഇയർ ഡ്രമ്മില് പാടയിൽ നന്നായിട്ട് ബ്ലീഡിംഗ് ഉണ്ടായിട്ട് ചില കേസിൽ, വളരെ അപൂർവമേ ഉള്ളൂ, പൊട്ടാറുണ്ട്. കുട്ടികളിൽ ഇപ്പം നീന്താൻ പോകുമ്പോൾ അല്ലെങ്കിൽ സ്വിമ്മിങ്ങിന് പോകുന്നവർക്ക് ചെവിയിൽ വേദനയും ഇൻഫെക്ഷനും വരാറുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? കൂടുതലും ഈ സ്വിമ്മിങ്ങിന് ഉപയോഗിക്കുന്ന പൂളിലെ വെള്ളത്തിൽ ഡിസിൻഫെക്റ്റൻസ് ആഡ് ചെയ്യാറുണ്ട്. ഡിസിൻഫെക്റ്റന്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ക്ലോറിൻ ശരി തന്നെ, പിന്നെ അധികം കുറച്ച് കൂടുതൽ അളവിലുള്ള എന്തെങ്കിലും ഡിസിൻഫെക്റ്റന്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബാഹ്യകർണത്തിന്റെ സ്കിന്നിന് ഇറിറ്റേഷൻ കൊടുക്കാറുണ്ട്. അപ്പൊ ഇറിറ്റേഷൻ വന്നിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം വരാം. പിന്നെ ഈ എപ്പോഴെങ്കിലും ചെവിയിലെ പാട പൊട്ടിയിട്ടുള്ള ആളുകൾ സ്വിം ചെയ്യാൻ പോകുമ്പോൾ വെള്ളം അകത്തേക്ക് കയറിയിട്ടുള്ള ഇൻഫെക്ഷൻസിൽ വരാം. പിന്നെ ഡൈവേഴ്സിൽ, പ്രത്യേകിച്ചും ഡൈവ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ആ മർദ്ദത്തിൽ വരുന്ന ഡിഫറൻസ് കാരണം വെള്ളത്തിന് താഴോട്ട് പോകുമ്പോൾ മർദ്ദം കൂടുന്ന കാരണം അത് കാരണവും പാടയ്ക്ക് പ്രോബ്ലം വന്നിട്ട് അകത്തോട്ട് തള്ളൽ വന്നിട്ട് അതിൽ നിന്നും വേദനയും വരാം. അപ്പൊ ഇത്രയും സമയം ഡോക്ടർ ചെവിവേദനയെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ടോക്കായിരുന്നു. ഡെഫിനറ്റ്ലി ഇത് കേൾക്കുമ്പോൾ എനിക്കൊന്ന് പലർക്കും പല അറിയാത്ത കാര്യങ്ങളും ഇതിൽ നിന്നും അവർക്ക് അറിയാൻ പറ്റും. അപ്പം ഇത്രയും സമയം ഈ ജീവൻ രേഖ പരിപാടിക്ക് വേണ്ടി വന്നതിനും ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ടോക്ക് തന്നതിനും വളരെ നന്ദി.